രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. മന്ത്രിമാരടക്കം അവരുടെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. എന്തായാലും മനുഷ്യനിർമ്മിതമായ അപകടം എന്നതാണ് മന്ത്രി ടി സിദ്ദിഖ് വിശേഷിപ്പിച്ചത്. കാരണം മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു. റെഡ് അലേർട്ടാണ് അവിടെ ഉള്ളത്. എന്തായാലും അവിടുത്തെ സാഹചര്യങ്ങൾ മന്ത്രി ടി സിദ്ദിഖ് അല്പം മുമ്പ് വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതാണ് സാഹചര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ജയരാജ് നമുക്കൊപ്പം ചേർന്നു. ജയരാജ്, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് സംശയമുണ്ട്. അത് ഉറപ്പിക്കണോ? ആളുകളുണ്ടോ? പൂർണ്ണമായും മണ്ണ് മാറ്റാൻ കഴിയുന്നുണ്ടോ? മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളുണ്ട് എന്നാണ് സംശയം. അത് വെച്ച് തന്നെയാണ് നോക്കുന്നത്. ഇപ്പൊ 4-5 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാലും മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ പോലും തെരച്ചിൽ നടക്കുന്നുണ്ട്. കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളൊരു സംശയം തന്നെയാണ് പറയുന്നത്. 2 മന്ത്രിമാര് സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കിട്ടുന്നത്. ടി സിദ്ദിഖ് ഇവിടെ അദ്ദേഹം ഉടനെ എത്തും. അതുപോലെ തന്നെ മന്ത്രി അനിൽകുമാറും ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സരിത്ത്, രക്ഷാപ്രവർത്തനം ആ രീതിയിൽ നടക്കുന്നു. ജയരാജ്, ഈ മണ്ണ് മാറ്റണം, മണ്ണ് അവിടെ കൂടിക്കിടക്കുന്നു, ആ മണ്ണ് മാറ്റണം എന്ന് നേരത്തെ തന്നെ ആശിക്ക് പറഞ്ഞിരുന്നാണല്ലോ. പ്രത്യേകിച്ച് റെഡ് അലർട്ട് ഉള്ള ഒരു ജില്ലയാണ്. ആ തരത്തിലുള്ള ഒരു ജാഗ്രതക്കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. പ്രത്യേകിച്ചും ഈ ഒരു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് ഒരു തുരങ്കപാതയാണെങ്കിൽ പോലും അതിന്റെ ഒരു അനുമതി എന്നുള്ളത് തന്നെ ഇവിടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ മേപ്പാടിയുള്ള ഈ പറയുന്ന ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ, കള്ളാടി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പൊ ഇത്തരത്തിലൊരു നിർമ്മിതിയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു മണ്ണിടിച്ചിലിന് കാരണം എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇതൊരു മനുഷ്യനിർമ്മിതമായ ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ഈ ഒരു തുരങ്കപാതയ്ക്ക് വേണ്ടി ചെയ്ത സ്ഥലത്താണ് ഇത്ര വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവിടെ അതിനെക്കുറിച്ച് മഴ പെയ്യുന്ന സമയത്തൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഈ മണ്ണ് മാറ്റണം എന്നുള്ളതൊക്കെ പറഞ്ഞെങ്കിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അത്തരത്തിലൊരു ആക്ഷേപം ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന അതിനോട് ചേർന്ന് തന്നെ ഇത്തരത്തിലൊരു വലിയ സംരംഭം വരുമ്പോൾ അതിന്റെ എത്രത്തോളം, അല്ലെങ്കിൽ അന്ന് തന്നെ ഈ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇതിനെ എതിർത്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ആളുകൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യം അതാണ്. എന്തായാലും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. കൂടുതൽ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നതാണ് സാഹചര്യം. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മണ്ണ് മാറ്റുന്നത് ഏറെ ദുഷ്കരമാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപകടപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അപകടത്തിൻ്റെ വ്യാപ്തി അത് വ്യക്തമാക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.